എല്ലാവർക്കും നമസ്കാരം. ഇപ്പോഴത്തെ UDF മന്ത്രിസഭയിൽ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് മാത്രമാണ് ശ്രീ സണ്ണി ജോസഫ് എന്ന മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിൽ ഉണ്ടായിരുന്ന ബെന്നി തോമസ് എന്ന അദ്ദേഹത്തിൻ്റെ സഹോദരി ഭർത്താവ് വിവാദമുണ്ടായതിനെ തുടർന്ന് രാജിവെച്ചത്. അത് ബന്ധുനിയമനമാണ് എന്നുള്ള ഒരു ആരോപണം ഇപ്പോഴും അദ്ദേഹം നിഷേധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതേ തുടർന്ന് ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും സ്പെഷ്യൽ ഗവൺമെൻറ് പ്ലീഡർ എന്നുള്ള ഒരു തസ്തികയിൽ ദേവസ്വത്തിൻ്റെ ചുമതല നൽകിക്കൊണ്ട് KB പ്രദീപ് എന്ന ഒരു അഭിഭാഷകനെ ഇപ്പോൾ സർക്കാർ നിയമിച്ചു. അത് ഒരൊറ്റ ദിവസം കൊണ്ട് വിവാദമാകുന്നു. അതിനെ തുടർന്ന് മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ രാജി ആവശ്യപ്പെടുന്നു. അദ്ദേഹം രാജിവെച്ച് ഒഴിയുന്നു. വിവാദമായ ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഒരു പ്രതിയായിട്ടുള്ള സ്മാർട്ട് ക്രിയേഷൻസിൻ്റെ ഉടമസ്ഥൻ പങ്കജ് ഭണ്ഡാരിയുടെ വക്കീലായിരുന്നു പ്രദീപ് എന്നുള്ളതാണ് ഇതിൻ്റെ കാരണം. എന്തുകൊണ്ടാണ് UDF സർക്കാരിൻ്റെ കാലത്ത് ഇങ്ങനെയുള്ള നിയമനങ്ങൾ, അത് ബന്ധുത്വം വഴിയാണെങ്കിലും വിവാദം വഴിയാണെങ്കിലും നിയമനങ്ങൾ ഉണ്ടാകുന്നത്? അതിനെ ചെറുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഫലപ്രദമായിട്ടുള്ള മാർഗങ്ങൾ എന്തുകൊണ്ടില്ല? ആരാണ് ഇത്തരത്തിലുള്ള നിയമങ്ങൾക്ക് പിന്നിൽ എന്നീ കാര്യങ്ങളെക്കുറിച്ചാണ് സത്യത്തിൽ നമ്മൾ ആലോചിക്കേണ്ടത്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ വികാരത്തെ അങ്ങേയറ്റം വ്രണപ്പെടുത്തിക്കൊണ്ടാണ് ഈ കഴിഞ്ഞ ദിവസം ശ്രീ പ്രദീപിനെ ഈ ഒരു തസ്തികയിലേക്ക് നിയമിച്ചത്. അത് തിരുത്തപ്പെട്ടിരിക്കുന്ന കാര്യം നല്ലതാണ്. പക്ഷെ അതിൻ്റെ ഉത്തരവാദിത്തം ആർക്കാണ് എന്നതുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള അക്കൗണ്ടബിലിറ്റി ഉണ്ടാവുക എന്നുള്ളത് സർക്കാരിൻ്റെ തുടർന്നുള്ള പ്രവർത്തനത്തിനും അത്യന്താപേക്ഷിതമാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. എന്തൊക്കെയായിരുന്നു ഈ വിവാദമായിട്ടുള്ള നിയമനം സാധൂകരിക്കപ്പെട്ടിരുന്നുവെങ്കിൽ അവിടെ ഉണ്ടാകുമായിരുന്ന പ്രശ്നങ്ങൾ എന്നതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത്. നോക്കാം. ഇതിൽ ഒന്നാമത്തെ പ്രധാനപ്പെട്ട പ്രശ്നം ഇതിലുള്ള ഒരു ഇംപ്രോപ്രൈറ്റിയാണ്, അഥവാ ഒരു അനൗചിത്യം. സത്യത്തിൽ ശബരിമലയുമായി ബന്ധപ്പെട്ട് അവിടുത്തെ ഭഗവാന്റെ സ്വത്തായിട്ടുള്ള സ്വർണം സംരക്ഷിക്കാനുള്ള നിയമപരമായിട്ടുള്ള ബാധ്യത കൂടി ദേവസ്വം ബോർഡിനും സർക്കാരിനുമുണ്ട്. ആ കേസിൻ്റെ അന്വേഷണം ഇപ്പോഴും പുരോഗമിക്കുമ്പോൾ, പ്രത്യേകിച്ച് ഹൈക്കോടതിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ ആ അന്വേഷണം പുരോഗമിക്കുന്ന സമയത്ത് ഈ പ്രതിഭാഗത്തിൻ്റെ അഭിഭാഷകനെ സർക്കാരിൻ്റെ അഭിഭാഷകനായിട്ടൊരു നിയമനം കൊടുക്കുക എന്നുള്ളത് ചിന്തിക്കാൻ പോലും കഴിയാത്ത തരത്തിലുള്ള മണ്ടത്തരവും അനീതിയുമാണ്. ശബരിമലയിലെ സ്വർണത്തിൻ്റെ യഥാർത്ഥ കസ്റ്റോഡിയൻ അവിടുത്തെ ഭക്തരാണ്. കാരണം ഭക്തരാണ് ഇതെല്ലാം കാണിക്കയായിട്ട് ശബരിമലയിൽ സമർപ്പിക്കുന്നത്. രാഷ്ട്രീയമായി കൂടി ഇത് UDFന് വലിയ തിരിച്ചടിയാണ്. കാരണം ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയത്തിൽ കോൺഗ്രസിന് വലിയ പങ്കുണ്ട് എന്ന് പറയാനായി സോണിയാഗാന്ധിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഒന്നിച്ചു നിൽക്കുന്ന ചിത്രങ്ങളടക്കം അന്ന് LDF പ്രചരിപ്പിച്ചിരുന്നതാണ്. ഇപ്പോൾ കോൺഗ്രസിന് ഈ വിഷയത്തിൽ മറക്കേണ്ടതായിട്ടുള്ള നിരവധി കാര്യങ്ങളുണ്ട് എന്നുള്ള ഒരു രാഷ്ട്രീയ വിമർശനം അതിശക്തമായിട്ട് അവർ ഉന്നയിക്കുന്ന സമയത്ത് നേരത്തെ അതിനെ വളരെ ലൈറ്റായിട്ട് എടുത്തിരുന്ന ആൾക്കാർക്ക് പോലും ആ രീതിയിലത്തേക്ക് കണ്ട് ആ വിഷയത്തിനെ തള്ളിക്കളയാൻ കഴിയില്ല എന്നുള്ളൊരു സാഹചര്യം കൂടി ഇപ്പോൾ ഉണ്ടായിരിക്കുന്നുണ്ട്. ഇത് സത്യത്തിൽ UDF തന്നെ സൃഷ്ടിച്ചിരിക്കുന്ന ഒരു വിവാദമാണ്, അതല്ലാതെ LDF കൊണ്ടുവന്നിരിക്കുന്ന ഒരു കാര്യമല്ല എന്നുള്ളതാണ് ഇതിൻ്റെ മൂർച്ച കൂട്ടുന്നത്. ഈ നിയമനം കൊണ്ടുണ്ടായിരിക്കുന്ന അടുത്ത ഗുരുതരമായിട്ടുള്ള ഒരു പ്രശ്നം, നേരത്തെ സൂചിപ്പിച്ചതുപോലെ ശബരിമല കൊള്ളക്കേസുമായി ബന്ധപ്പെട്ട് അതിലെ അന്വേഷണം അതിൻ്റെ അന്തിമഘട്ടത്തിലേക്ക് അടുക്കുകയാണ്. ഇനി ഇതിൻ്റെ ട്രയൽ നടത്തുന്ന സമയത്ത് ആ കേസ് നടത്തേണ്ടത് സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ്. അങ്ങനെ സർക്കാർ ആ വിഷയത്തിൽ നീതിപൂർവമായിട്ടുള്ള ഒരു അന്വേഷണം പൂർത്തീകരിക്കാനായിട്ട് സഹായിക്കുമോ? അതിൽ ഫെയർ ആയിട്ടുള്ള ഒരു ട്രയൽ അവിടെ ഉണ്ടാകുമോ? കൃത്യമായി ശേഖരിക്കപ്പെട്ടിരിക്കുന്ന എല്ലാ തെളിവുകളും അവിടെ കോടതിയിൽ സമർപ്പിക്കപ്പെട്ടു എന്ന കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുമോ? തുടങ്ങി നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങൾ അതിൽ വേറെയുമുണ്ട്. ഈ കാര്യങ്ങളിലെല്ലാം ഭക്തരായിട്ടുള്ള ആൾക്കാരെല്ലാവരും തന്നെ പൂർണ്ണമായും വിശ്വസിക്കുന്നത് സർക്കാർ സംവിധാനത്തിനെയാണ്. ആ സർക്കാർ സംവിധാനത്തിലേക്ക് ഇങ്ങനെയുള്ള ആൾക്കാർ കൂടി കടന്നു വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആൾക്കാരുടെ വിശ്വാസത്തിനെ ഇല്ലാതാക്കുക മാത്രമേ ഉള്ളൂവെന്ന് UDF തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, സാധാരണഗതിയിൽ ഒരു സീനിയർ ഗവൺമെൻറ് പ്ലീഡറാണ് ദേവസ്വത്തിൻ്റെ കാര്യങ്ങൾ നോക്കുന്നത്. പക്ഷേ ഇവിടെ ഒരു സ്പെഷ്യൽ ഗവൺമെൻറ് പ്ലീഡറാണ്. അതുകൊണ്ട് തന്നെ നോർമലി ഉള്ള റിട്ടയർമെൻറ്റ് ഏജോ മറ്റ് കണ്ടീഷൻസോ ഒന്നും തന്നെ ഒരു സ്പെഷ്യൽ ഗവൺമെൻറ് പ്ലീഡർക്ക് ബാധകമല്ല. അതുകൊണ്ട് തന്നെ ശ്രീ പ്രദീപിൻ്റെ റിട്ടയർമെൻറ്റ് ഏജ് ഒരു പരിഗണനാ വിഷയമാകാതെ അദ്ദേഹത്തിന് ആ വകുപ്പിൽ വലിയ പ്രാധാന്യം നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നിയമനമായിരുന്നു അത് എന്ന് വേണം അതിനെ കണക്കാക്കാൻ. എന്ത് സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു സ്പെഷ്യൽ ഗവൺമെൻറ് പ്ലീഡറെ ദേവസ്വം ചുമതലയിൽ തന്നെ കൊണ്ടുവരാനായിട്ട് തീരുമാനിച്ചത്? ആ തീരുമാനം ആരെടുത്തു? എന്തുകൊണ്ടാണ് സ്പെഷ്യൽ ഗവൺമെൻറ് പ്ലീഡർ എന്ന് തന്നെ ഈ തസ്തിക ഉണ്ടാകണം എന്ന് ചിന്തിച്ചത്? എന്തുകൊണ്ടാണ് പ്രദീപ് എന്ന് പറയുന്ന പ്രതിഭാഗത്തിന് വേണ്ടി ഹാജരായിരുന്ന ഒരു വ്യക്തിയെ ഈ ഒരു വിഷയത്തിൽ തന്നെ ചുമതലപ്പെടുത്തിയത്? തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഈ രാജിക്ക് ശേഷവും അവിടെ നിലനിൽക്കുന്നുണ്ട്. ഇവിടെ ദേവസ്വം വകുപ്പ് മന്ത്രി കൂടിയായിട്ടുള്ള ശ്രീ K മുരളീധരൻ തനിക്കിതിൽ പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്തമില്ല എന്ന് പറഞ്ഞ് കൈയൊഴിയാനാണ് ശ്രമിച്ചത്. ഒരുപക്ഷെ സാങ്കേതികമായിട്ട് അത് ശരിയായിരിക്കാം. നിയമവകുപ്പ് കൂടി കൈകാര്യം ചെയ്തത് മുഖ്യമന്ത്രിയാണ്. അതുകൊണ്ട് തന്നെ നിയമപരമായിട്ടുള്ള ഒരു അപ്പോയിൻമെൻറ്റ് നടക്കുമ്പോൾ അതിൽ തനിക്ക് യാതൊരു വിധത്തിലുള്ള പങ്കുമില്ല. അത് മുഖ്യമന്ത്രി എടുത്തിരിക്കുന്ന തീരുമാനമാണ്. ആ തീരുമാനത്തിന് പൂർണ്ണ സ്വാതന്ത്ര്യം താൻ മുഖ്യമന്ത്രിക്ക് നേരത്തെ തന്നെ നൽകിയിരുന്നു. എന്നാൽ കൂട്ടുത്തരവാദിത്തം എന്നൊരു കാര്യമുണ്ട്. അതുകൊണ്ട് തന്നെ മന്ത്രിസഭയിൽ അംഗമായിരിക്കുന്ന ഒരാളെന്ന നിലയിൽ തനിക്കും അതിൽ ഉത്തരവാദിത്തമുണ്ട് എന്നൊക്കെ പറയാനാണ് ശ്രീ K മുരളീധരൻ ശ്രമിച്ചത്.
എന്നാൽ പ്രതിഭാഗത്തിനെ പ്രതിനിധീകരിച്ചിരുന്ന ഒരാളെയാണ് സർക്കാർ ഇപ്പോൾ അഭിഭാഷകനാക്കാൻ പോകുന്നത് എന്നുള്ള ഒരു കാര്യം അദ്ദേഹത്തിന് അറിയാമായിരുന്നുവെങ്കിൽ അത് തീരുമാനമെടുക്കുന്നതിന് മുമ്പ് തന്നെ ബന്ധപ്പെട്ട ആൾക്കാരെ, മുഖ്യമന്ത്രിയൊക്കെ തന്നെ ബോധിപ്പിക്കാനുള്ള ഒരു ഉത്തരവാദിത്തം ശ്രീ കെ മുരളീധരൻ ഉണ്ടായിരുന്നു. അത് തന്നെയുമല്ല, നേരത്തെ പ്രതിയുടെ കൂടെ ഉണ്ടായിരുന്ന ഒരാൾ ഇപ്പോൾ സർക്കാർ പക്ഷത്തേക്ക് വരുമ്പോൾ അത് കേസിന് കൂടുതൽ ഗുണകരമാകും എന്ന മട്ടിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ട്രോളാണെങ്കിലും അല്ലെങ്കിലും ഒരു മന്ത്രിയുടെ വായിൽ നിന്ന് വരാൻ പാടില്ലാത്ത പ്രസ്താവനകളാണ്. ഇവിടെ ശ്രീ പ്രദീപിനെ നിയമിച്ചാൽ ഉണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ധാർമ്മികവും നിയമപരവുമായിട്ടുള്ള പ്രശ്നം കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്. അതായത് ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ആരോപണ വിധേയനായി നിൽക്കുന്ന ഒരു വ്യക്തിയെ പ്രതിനിധീകരിച്ചിരിക്കുന്ന ഒരാൾ എങ്ങനെയാണ് ആ കേസിൽ വാദിയാകേണ്ടത് സർക്കാരിൻ്റെ ഭാഗത്തേക്ക് വരുന്നത്, എങ്ങനെയാണ് നഷ്ടമുണ്ടാക്കിയിരിക്കുന്ന ആ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ തന്നെ അഭിഭാഷകനായിട്ട് അദ്ദേഹം വരുന്നത്. ഇവിടെ ആൾക്കാർക്ക് പറയാൻ സാധ്യതയുള്ള ഒരു ന്യായം, ഈ കേസിൻ്റെ ട്രയലൊക്കെ നടക്കുന്നത് ഹൈക്കോടതിയിലല്ലല്ലോ, അതുകൊണ്ട് ഇദ്ദേഹത്തിന് നേരിട്ട് ആ കേസിൽ ബന്ധമുണ്ടാവില്ല എന്നാണ്. അതായത് ഒരു കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ തമ്മിൽ ഒരു ചൈനീസ് വാൾ അതിനിടയ്ക്കായിട്ടുണ്ട് എന്ന തരത്തിലുള്ള ഒരു ലെയിം ആർഗ്യുമെൻ്റാണത്. അത്തരത്തിലുള്ള വാദം ഒരിക്കലും വിലപ്പോവില്ല. കാരണം നിയമനമുണ്ടായതിനു ശേഷം ശ്രീ പ്രദീപിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഉണ്ടാവുക ഇൻസ്റ്റിറ്റ്യൂഷണൽ ആക്സസ് ആണ്. അതായത് സർക്കാർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്ത് തീരുമാനങ്ങൾ എടുക്കുന്നു, എന്താണ് കോടതിയിലെ സർക്കാരിൻ്റെ ലൈൻ ഓഫ് ആർഗ്യുമെൻറ്റ്, എന്തൊക്കെ തെളിവുകളാണ് അവിടെ അവതരിപ്പിക്കാൻ പോകുന്നത്, തന്നെയല്ല സർക്കാരിന് കൂടി ആക്സസ് ഉള്ള കുറേയധികം രേഖകൾ, റിപ്പോർട്ടുകൾ തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ആക്സസ് മൂലം ഈ പദവിയിൽ തുടർന്നിരുന്നുവെങ്കിൽ ശ്രീ പ്രദീപിനും കരഗതമാകുമായിരുന്നു. അതുകൊണ്ട് തന്നെ നാളെ ഒരു കാലത്ത് അദ്ദേഹത്തിൻ്റെ ലോയൽറ്റിയിൽ സംശയമുണ്ട് എന്നുള്ള ഒരു ആരോപണം ഉന്നയിച്ചുകൊണ്ട് അദ്ദേഹം ഈ വിവരങ്ങളെല്ലാം തന്നെ തൻ്റെ പഴയ കക്ഷിക്ക് ചോർത്തി കൊടുക്കാനായിട്ട് ശ്രമിച്ചു എന്നുള്ള ഒരു ആരോപണവുമായിട്ട് പ്രതിപക്ഷം ഇവിടെ വന്നിരുന്നുവെങ്കിൽ അതിനെ പ്രതിരോധിക്കാനായിട്ട് കോൺഗ്രസിനും UDFനും ഒരു മരുന്ന് പോലും ഉണ്ടാകുമായിരുന്നില്ല. തന്നെയുമല്ല, കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് നിയമപ്രകാരം തന്നെ അഡ്രസ്സ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അഭിഭാഷകരുമായി ബന്ധപ്പെട്ട നിയമങ്ങളുണ്ട്, അതിനെ തുടർന്ന് രൂപീകരിച്ചിരിക്കുന്ന ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ ചട്ടങ്ങളുണ്ട്. അതെല്ലാം പ്രകാരം ഒരാളിൻ്റെ കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്നുള്ളത് ലീഗൽ പ്രൊഫഷണൽ പ്രത്യേകമായിട്ട് പരിഗണിക്കുന്നതാണ്. അങ്ങനെയുള്ള സ്ഥാനങ്ങളിലേക്ക് നിയമനമോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളത് ഒരു സാമാന്യ യുക്തി കൂടിയാണ്. ഇനി ഇത് കൂടാതെ കോടതിയിലല്ലാതെ പൊതുമധ്യത്തിൽ വന്നുകൊണ്ട് സ്മാർട്ട് ക്രിയേഷൻസിനെ ന്യായീകരിക്കുന്നതിന് വേണ്ടി ശ്രീ പ്രദീപ് കുറേയധികം നുണകൾ പറഞ്ഞിരുന്നു എന്നുള്ളത് ഇതിനോടകം തന്നെ വ്യക്തമായ കാര്യമാണ്. ശബരിമലയിൽ നിന്നും സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തിച്ച ദ്വാരപാലക പാളികൾ ഉൾപ്പെടെയുള്ള എല്ലാ പാളികളും പൂർണ്ണമായിട്ടും ശുദ്ധമായിട്ടുള്ള ചെമ്പ് മാത്രമായിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. തന്നെയുമല്ല, ഒരു പടി കൂടി കടത്തി അദ്ദേഹം പറഞ്ഞത് തൻ്റെ കമ്പനിയുടെ പ്രോട്ടോകോൾ അനുസരിച്ച് നേരത്തെ സ്വർണമോ മറ്റേതെങ്കിലും വസ്തുക്കളോ പൂശിയിട്ടുള്ളതോ ക്ലാഡ് ചെയ്തിട്ടുള്ളതോ ആയിട്ടുള്ള ഒരു പാളികളും തൻ്റെ കമ്പനിയിൽ ഇങ്ങനെ സ്വർണം പൂശുന്നതിന് വേണ്ടിയിട്ട് സ്വീകരിക്കാറില്ല എന്നാണ്. എന്നാൽ പിന്നീടുണ്ടായിരുന്ന അന്വേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ കോടതി കൂടി ഒബ്സർവ് ചെയ്തിരിക്കുന്നത് പോലെ ഈ പറഞ്ഞിരിക്കുന്ന പ്രസ്താവനകളെല്ലാം തന്നെ തെറ്റാണ് എന്ന് ഇതിനോടകം തന്നെ വെളിവായിട്ടുണ്ട്. സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തിച്ചിരിക്കുന്നത് സ്വർണം പൂശിയിരിക്കുന്നതോ ക്ലാഡ് ചെയ്തിരിക്കുന്നതോ ആയിട്ടുള്ള പാളികളായിരുന്നുവെന്നും അതിൽ നിന്ന് സ്വർണം വേർതിരിച്ചെടുക്കുന്നതിനുള്ള പ്രവൃത്തികളെല്ലാം തന്നെ സ്മാർട്ട് ക്രിയേഷൻസിലാണ് ചെയ്തിരുന്നത് എന്നുള്ളതും ഇതിനോടകം തന്നെ വെളിവായതാണ്. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന പ്രോട്ടോകോൾ പ്രകാരം ഒന്നും തന്നെ സത്യസന്ധമായി പ്രവർത്തിക്കുന്ന കമ്പനി ആയിരുന്നില്ല സ്മാർട്ട് ക്രിയേഷൻസ് എന്നുള്ളത് SITയുടെ അന്വേഷണം വഴി ഇതിനോടകം തന്നെ നമുക്ക് ബോധ്യമായിട്ടുള്ള കാര്യമാണ്. ഇനി കേരളത്തിലെ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് ദേവസ്വം ഓർഗനൈസേഷൻസുമായി ബന്ധപ്പെട്ട് ഒക്കെ തന്നെ എക്സ്റ്റെൻസീവായിട്ടുള്ള എക്സ്പീരിയൻസ് ഇനി അഥവാ ശ്രീ പ്രദീപിനുണ്ട് എന്ന് തന്നെ കരുതുക. കേരളത്തിൽ ഒരുപക്ഷെ ലഭ്യമായിട്ടുള്ള ഏറ്റവും മികച്ച അഭിഭാഷകനും അദ്ദേഹം തന്നെയാണ് എന്ന് കരുതുക. എങ്കിൽ പോലും ഈ ഒരു സ്ഥാനത്തേക്കുള്ള നിയമനത്തിന് അദ്ദേഹം പൂർണ്ണമായിട്ടും അയോഗ്യനാണ്. കാരണം വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഈ കേസിൽ നീതിപൂർവകമായിട്ടുള്ള ഒരു വിചാരണ ഉണ്ടാവുക, ഇതിൽ കുറ്റക്കാരായിട്ടുള്ള ആൾക്കാർ മാതൃകാപരമായിട്ട് ശിക്ഷിക്കപ്പെടുക എന്നുള്ളതാണ് പ്രധാനം. അതുകൊണ്ട് തന്നെ അവരർപ്പിച്ചിരിക്കുന്ന വിശ്വാസം സംരക്ഷിക്കുന്നതിന് സർക്കാരിന് നിയമപരവും ധാർമ്മികവുമായിട്ടുള്ള ബാധ്യതയുണ്ട്. ഈ ഒരു ഘട്ടത്തിലാണ് നിയമം നടപ്പാക്കിയാൽ പോരാ, അത് നടപ്പാക്കി എന്നുള്ള ബോധ്യം കൂടി പൊതുസമൂഹത്തിന് ഉണ്ടാകണം എന്നുള്ള ഒരു നിയമപ്രകാരമുള്ള തത്വം കൂടുതൽ പ്രസക്തമാകുന്നതും. ഏറ്റവും ചുരുങ്ങിയത് 4.5 കിലോ സ്വർണമെങ്കിലും നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു കേസിൽ പ്രതിഭാഗത്തിനു വേണ്ടി ഹാജരായിരിക്കുന്ന ആ പ്രതിയെ സമൂഹ മാധ്യമങ്ങളിലും മുഖ്യധാരാ മാധ്യമങ്ങളിലും യാതൊരു വിധത്തിലുള്ള സങ്കോചവും കൂടാതെ ന്യായീകരിച്ചിരിക്കുന്ന ഒരു വക്കീലിനെ മാത്രമേ സർക്കാരിൻ്റെ വക്കീലായിട്ട് കിട്ടുകയുള്ളൂ എന്നുള്ള ഒരു ചോദ്യമാണ് ഇവിടെ പ്രസക്തമാകുന്നത്. ഇവിടെ നൂറുകണക്കിന് ആയിരക്കണക്കിന് അഭിഭാഷകരുണ്ട്. അതിൽ നിന്ന് ഒരാളെ തിരഞ്ഞെടുക്കാമായിട്ടും എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഒരൊറ്റ പദവിക്ക് ആ പദവി പുതുതായി ക്രിയേറ്റ് ചെയ്ത് ഇദ്ദേഹത്തിനെ മാത്രം അതിലേക്ക് നിയമിച്ചത് എന്നുള്ള ഒരു ചോദ്യത്തിന് ഇപ്പോഴും മറുപടി കിട്ടിയിട്ടില്ല. എന്തായാലും ശ്രീ പ്രദീപിൻ്റെ രാജി മുഖ്യമന്ത്രി ചോദിച്ചു വാങ്ങിയത്, അദ്ദേഹം രാജിവെച്ചൊഴിഞ്ഞത് ഒക്കെ തന്നെ നല്ല കാര്യമാണ്. പക്ഷേ അതങ്ങനെ ഉണ്ടായ സാഹചര്യം പോലും ഇവിടെ വലിയൊരു രാഷ്ട്രീയ വിവാദമുണ്ടായി. നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങളെല്ലാം തന്നെ ഈ വിഷയം ചർച്ചയ്ക്കെടുത്തു. അത് അത്രത്തോളം ഒരു ദിവസം കൊണ്ട് പ്രകമ്പനം സൃഷ്ടിച്ചു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അങ്ങനെ സർക്കാരിൻ്റേതായിട്ടുള്ള തെറ്റായിട്ടുള്ള ഓരോ നിയമനവും
ഇവിടെ തിരുത്തുന്നതിന് വേണ്ടി വാച്ച് ഡോഗ്സിനെ പോലെ നമ്മുടെ പൊതുസമൂഹം പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ ഈ സർക്കാർ തെറ്റായ രീതിയിലേക്ക് പോവാതിരിക്കൂ എന്ന രീതിയിലത്തേക്കുള്ള ഒരു ധാരണ പൊതുസമൂഹത്തിൽ ഉണ്ടാക്കുന്നത് ശരിയായിട്ടുള്ള ഒരു കാര്യമല്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള അവതാരങ്ങളെ സർക്കാരിൻ്റെ 7 അയലത്ത് നിന്ന് മാറ്റി നിർത്തുക എന്നുള്ള ഒരു കാര്യം പഴയ സർക്കാരിന് അതൊരു വീഴ്ചയായിരുന്നുവെങ്കിൽ അതേ വീഴ്ച ആവർത്തിക്കാതെ അതിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടുന്ന പരിഹാര മാർഗങ്ങൾ എന്തൊക്കെയാണോ അത് സ്വീകരിക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ സർക്കാരിന് അഭികാമ്യം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ നിയമനം ആ രാജിയിലൂടെ റദ്ദാവുന്നില്ല, മറിച്ച് ആ നിയമനത്തിൻ്റെ ഉദ്ദേശശുദ്ധിയാണ് ചോദ്യം ചെയ്യപ്പെടേണ്ടത്. എന്തിനായിരുന്നു ഈ നിയമനം, ആരാണ് ഈ നിയമനത്തിന് താല്പര്യമെടുത്തത്, ഈ കാര്യങ്ങളെ സംബന്ധിച്ച് ഇനിയും ഔദ്യോഗികമായിട്ടുള്ള വിശദീകരണം ഉണ്ടാകുന്നത് വരെ ഈ വിവാദം അവസാനിക്കുന്നില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. സ്വാമി ശരണം. ജയ് ഹിന്ദ്.